أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫയും ശമനവും പരിഹാരവും നൽകുമാറാകട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ സ്വന്തത്തിൻ്റെ മക്കളുടെ മാതാപിതാക്കളുടെ ഒക്കെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദിന് വേണ്ടി ജീവിക്കാനും തൗഹീദിന് വേണ്ടി അധ്വാനിക്കാനും തൗഹീദിലായി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒട്ടകത്തെയും പക്ഷികളെയും മനുഷ്യരെയും ഒരുപോലെ ഉദാഹരിച്ചുകൊണ്ട് ഒരു ഉപമ പൂർവികരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സലാസു ഖിസാലിൻ ഫീ സലാസത്തി അസ്നാഫിൻ മിനൽ ഹയവാൻ. മൃഗങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് തരം ജീവികളുടെ കൂട്ടത്തിൽ മൂന്ന് തരം ജീവികൾക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞത് അൽ ഇബിൽ തഹിന്നു ഇലാ ഔത്വാനിഹ വഇൻ കാന അഹ്ദുഹ ബഈദ. സ്വന്തം നാട്ടിൽ നിന്ന് കുറേ കാലമായി അകലെ നിൽക്കുന്ന ഒരു ഒട്ടകം കാലമേറെയായി നാട്ടിൽ നിന്ന് അകന്നിട്ട് എങ്കിലും അത് അതിൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ എപ്പോഴും വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. വത്വയ്റു ഇലാ ബക്രിഹി വഇൻ കാന മൗളിഉഹു മുജ്ദിബ. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങാൻ എപ്പോഴും അത് ആഗ്രഹിക്കും. ആ കൂടുള്ള സ്ഥലം വരൾച്ചയുള്ള ഒരു പ്രദേശമാണെങ്കിൽ പോലും. വൽ ഇൻസാനു ഇലാ വത്നിഹി വഇൻ കാന ഗൈറുഹു അക്സറ നഫ്അ. മനുഷ്യൻ എപ്പോഴും അവൻ്റെ രാജ്യത്തേക്ക് അവൻ്റെ ദേശത്തേക്ക് മടങ്ങാൻ കൊതിച്ചുകൊണ്ടേയിരിക്കും. വഇൻ കാന ഗൈറുഹു അക്സറ നഫ്അ. അവൻ്റെ നാടല്ലാത്ത മറ്റൊരു നാടാണ് അവന് കുറച്ചുകൂടി ഉപകാരപ്രദമെങ്കിലും തൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ എപ്പോഴും മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇത് മുൻഗാമികൾ പറഞ്ഞു പോയൊരു വാക്കാണെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇതിനെ താരതമ്യം ചെയ്ത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതൊരു സത്യമാണ് എന്നത് നമുക്ക് മനസ്സിലാകും. പ്രവാസ ലോകത്ത് കഴിയുന്ന എല്ലാവരും ഒരുപോലെയല്ലെങ്കിലും ചിലരൊക്കെ നാട്ടിലുള്ളതിനേക്കാൾ വലിയ സൗകര്യത്തിലായിരിക്കാം അവിടെ ജീവിക്കുന്നത്. പക്ഷെ അപ്പോഴും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ മനസ്സ് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അത് താൻ ജീവിക്കുന്ന രാജ്യത്തോട്, ദേശത്തോട്, നാടിനോട് മനുഷ്യൻ അവൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഇഷ്ടവും സ്നേഹവുമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്കു തന്നെ നാം ഓരോരുത്തരും നാം ജീവിക്കുന്ന രാജ്യത്തെ, ഈ നാടിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക്, സത്യവിശ്വാസികൾ എന്ന നിലക്ക്, വിശുദ്ധ ഇസ്ലാമിനെ തങ്ങളുടെ ആദർശമായി സ്വീകരിച്ചവരെന്ന നിലക്കും നാം ജീവിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹം
തീർച്ചയായും വിശ്വാസിയിൽ ഉണ്ടായിരിക്കുമെന്നത് ഒരു സത്യമാണ്. നബിമാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ലോകത്ത് കടന്നു വന്ന ഒരു നബിയും ഒരു പ്രവാചകനും സ്വമേധയാൽ താൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് എല്ലാ നബിമാരും പുറത്തു പോയത് ആ നാട്ടിലുള്ള മനുഷ്യർ അവരെ പുറത്താക്കിയപ്പോഴാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിനാ. അവിശ്വാസികളായ ആളുകൾ അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിനാ, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന്, രാജ്യത്ത് നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഓരോ നാട്ടുകാരും ആ നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരെ അവർ പുറത്താക്കിയപ്പോഴല്ലാതെ അവർ പുറത്തു പോയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും താൻ ജീവിക്കുന്ന നാട്ടിലേക്ക്, മദീനയിലേക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖദിമ മിൻ സഫരിൻ, ഒരു യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുമ്പോൾ ഫനദറ ഇലാ ജുദറാത്തിൽ മദീന, മദീനയുടെ ചുമരുകളിലേക്ക്, അതിൻ്റെ അതിർത്തികളിലേക്ക്, വീടിൻ്റെ ചുമരുകളിലേക്ക് നോക്കുന്ന സമയത്ത് അഥവാ യാത്ര തിരിച്ചിങ്ങനെ മദീനയിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വാഹനത്തിൻ്റെ വേഗത കൂട്ടുമെന്ന്. തൻ്റെ രാജ്യത്തോടുള്ള, നാടിനോടുള്ള സ്നേഹം കാരണം താൻ സഞ്ചരിക്കുന്നത് ഏത് വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ വേഗത കൂട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ഹദീസിൽ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന് ഫളലുൽ മദീനത്തിൻ നബവിയ്യ വ മൻസിലതുഹാ വ ഹുബ്ബുൻ നബി വ ഹനീനുഹു ഇലൈഹ. ഒന്ന് മദീനയുടെ പ്രത്യേകതയും ആ മദീന എന്ന നാടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വാത്സല്യവും അനുകമ്പയും ആ നാടിനോടുള്ള സ്നേഹവും. വഫീഹി, ഈ ഹദീസിൽ രണ്ടാമത്തെ കാര്യം മശ്റൂഇയ്യത്തു ഹുബ്ബിൽ വതനി വൽ ഹനീനി ഇലൈഹി, ഒരാൾ തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആ നാടിനോട് അനുകമ്പ കാണിക്കുന്നതും മതപരമായി തെറ്റല്ല, അത് മതത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏതു രാജ്യത്താണെങ്കിലും എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മൾ സ്വതന്ത്രമായൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു ഈ നാടിൻ്റെ ഈ സ്വാതന്ത്ര്യാവസ്ഥ നിലനിർത്തി തരുമാറാകട്ടെ. വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന്, നാം ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളിലും നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യത്തിന്, നന്മക്ക്, സൂക്ഷ്മതയുണ്ടാകുന്ന കാര്യത്തിന്, തഖ്വയുടെയും നന്മയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ സഹായിക്കരുത് എന്നാണ്. നമ്മുടെ നാടിന് നന്മയാകുന്ന, നാട്ടിലെ മനുഷ്യർക്ക് ഗുണകരമാകുന്ന, ഉപകാരപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ പിന്തുണയും സഹായവും നമ്മൾ പ്രഖ്യാപിക്കണം. രണ്ടാമത്തത്, നീതിയും സ്നേഹവും നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത, മതത്തിൻ്റെ കാര്യത്തിൽ മതം സ്വീകരിച്ചു എന്ന കാരണത്താൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരോട് നിങ്ങൾ നീതി കാണിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും വേണം. അത് അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ ഓരോ മനുഷ്യനോടും നീതി കാണിക്കാനും അവർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, വിശ്വാസി എന്ന നിലക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഖുറൈശികൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ അല്ലാഹു എടുത്തു പറഞ്ഞത് എന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം കൊടുത്തു വിശപ്പ് മാറാൻ, നിർഭയത്വം കൊടുത്തു പേടി മാറാൻ. നിർഭയത്വം എന്നുള്ളത് പടച്ചോൻ തരുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് അൽഹംദുലില്ലാ രാജ്യം ഇങ്ങനെയൊക്കെ മാറിയിട്ടും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം?
അള്ളാഹ് പറയാണ് വൈതഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ദാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, ഇനി നന്ദികേട് കാണിച്ചാലോ ഇന്ന അദാബീ ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കുന്നതാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഈ ആദ്യ ഭാഗം ഇന്ന് പലപ്പോഴും വണ്ടികളുടെ ബാക്കിലും പല സ്ഥലത്തും നമ്മൾ കാണും, സ്റ്റിക്കർ ഉണ്ടാവും, ചാവിമ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താ ഈ പറഞ്ഞത്? ലൈൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, എന്ത് കിട്ടിയിട്ടാണോ നിങ്ങൾ നന്ദി കാണിച്ചത്, ആ നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ പടച്ചോ അങ്ങനെ വർദ്ധിപ്പിച്ചു തരുന്നാണ്. അൽഹംദുലില്ലാഹ്, എത്ര സമാധാനത്തിലാണ് ഇന്ന് ഈ പള്ളിയിൽ നമ്മൾ ഒത്തുകൂടിയത്. ഇങ്ങനെ ചേർന്നിരിക്കാൻ കഴിയാത്ത എത്ര നാടുണ്ട്, എത്ര രാജ്യങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട്. ഇതിന് നമ്മൾ നന്ദി കാണിച്ചാൽ ഇതേ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുന്നാണ്. ഇനി നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാകും. ആ ശിക്ഷ കഠിനമാകുന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞെന്താണെന്നറിയോ? ചിലപ്പോൾ ആ ശിക്ഷ ഏത് അനുഗ്രഹം കിട്ടിയിട്ടാണോ നന്ദികേട് കാണിച്ചത് ആ അനുഗ്രഹത്തെ തിരിച്ചെടുക്കലായിരിക്കും. ഈ സ്വാതന്ത്ര്യം എന്ന അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചാൽ അടിമത്തം എന്ന ശിക്ഷ ഒരു പക്ഷേ പടച്ചറബ് നമുക്ക് തിരിച്ചു തന്നാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇതുപോലൊരു രാജ്യത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നതുകൊണ്ട് തന്നെ ഇതിനോട് നന്ദിയുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നാലാമത്തത്, നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിക്കണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ഈ രാജ്യത്തോട് നിർവഹിക്കാനുള്ള കടമയുണ്ട്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ചില കടമകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു ചില ആളുകൾക്ക് സ്വാധീനം കൊടുത്താൽ അവരെന്തു ചെയ്യും? അഖാമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തും. വആതൗ സകാ, അവർ സകാത്ത് കൊടുക്കും. വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, അവർ ആളുകളോട് നല്ലത് പറയും, ആളുകളോട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് വിരോധിക്കും. എപ്പോ? ഒരു നാട്ടിൽ അല്ലാഹു ചിലർക്ക് സ്വാധീനം കൊടുത്താൽ, അവിടെ ഇടപെടാനുള്ള അവസരങ്ങൾ കൊടുത്താൽ, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കൊടുത്താൽ, ആ അനുഗ്രഹം കിട്ടിയ വിശ്വാസിയിൽ ഉണ്ടാകേണ്ട 4 ഗുണം: നിസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞതാണ് നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ നിസ്കാരം കറക്റ്റ് ചെയ്യാനും സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കാനും ഒരാൾ തയ്യാറായാൽ അവൻ്റെ അടുത്ത് ബാക്കി എല്ലാ ദീനും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പലയിടത്തും അത് മാത്രം എടുത്തു പറഞ്ഞത്. അപ്പൊ നിസ്കാരം ഈ ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ സഹോദരങ്ങളെ, ബാങ്ക് കേട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ അവസരമില്ലാത്ത എത്രയോ രാജ്യമുണ്ട്, നാടുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഈ ജുമുഅയുടെ സമയത്ത് തന്നെ ഈ തളിപ്പറമ്പ് എത്ര സ്ഥലത്തുനിന്നാണ് ബാങ്ക് കേട്ടത്? അൽഹംദുലില്ലാഹ്. പക്ഷേ സഹോദരങ്ങളെ, പള്ളിക്ക് എത്താൻ ഓരോ ബാങ്ക് കേൾക്കുമ്പോഴും നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? നിസ്കാരം നിലനിർത്തുന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണം, അവർ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അരുതായ്മകൾ, തോന്നിവാസകൾ, ലഹരിയും അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വങ്ങളും വ്യാപിക്കാൻ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആളുകൾ വരെ ലഹരിയുടെ അംബാസഡർമാരായിക്കൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കണം. അധ്യാപകരും അധ്യാപികമാരും വരെ MDMA വക്താക്കളാകാൻ. ആ ഒരു കാലത്ത് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്, അവർ പഠിക്കുന്നത് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ഇൻഷാ അല്ലാഹ് വരുന്ന 22-ാം തീയതി നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇവിടെ നിർവഹിക്കുകയാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥിനികളും വരുന്ന ശനിയാഴ്ച 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ഒരു വലിയ സമ്മേളനം, ബഹുമാന്യനായ അബ്ദുള്ള ബാസിലും മുനവർ സ്വലാഹിയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ സമ്മേളനം. ഇന്ന് നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞത്, നന്മ കൽപ്പിക്കും സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ ആളുകളിൽ കാണുന്ന അരുതായ്മകളും തിന്മകളും വിരോധിക്കും, അരുത് എന്ന് പറയും. ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യവും സ്വാധീനവും കിട്ടിയാൽ വിശ്വാസി ചെയ്യണമെന്നാണ്. ഇത് നമ്മളിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കുക. 5-ാമത്തെ കാര്യം, നാം ജീവിക്കുന്ന നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയുടെ നന്മയ്ക്ക് വേണ്ടി, മക്കയുടെ ആ ഒരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം.
നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നാടിന് പ്രയാസമുണ്ടാക്കുന്ന, നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ മേൽ ഉത്തരവാദിത്തം ഏൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീർഘമായൊരു പ്രാർത്ഥനയുടെ അവസാന ഭാഗം, വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, പടച്ചോനെ ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളെ നീ ഞങ്ങളുടെ ഉത്തരവാദിത്വവും ഭരണവും നീ ഏൽപ്പിക്കരുത് എന്നാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ 5 കാര്യം ഈ ഒരു സ്വതന്ത്ര നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുക. ഈ രാജ്യത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഇതിൻ്റെ പുരോഗതിക്ക്, അഭിവൃദ്ധിക്ക്, നന്മയ്ക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, അതിനേക്കാൾ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ പണിയെടുക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലജ്ജയുടെ കാര്യത്തിൽ തൻ്റെ സഹോദരനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കൂ, അവനിൽ ലജ്ജയുണ്ടെങ്കിൽ അതൊരു നല്ല ഗുണമാണ്. മറ്റൊരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ സമ്പത്തിൽ ഒരു വലിയ തോട്ടം സ്വതക്കയായി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെന്തൊരു ലാഭമുള്ള കച്ചവടമാണ്. രാത്രി നിസ്കാരത്തിൽ കുറച്ചൊരു ശ്രദ്ധക്കുറവ് കാണിച്ച സ്വഹാബിയുടെ കാര്യത്തിൽ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യനാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ സ്വർഗം കിട്ടുന്ന എന്ത് കാര്യം ഒരാൾ ചെയ്യുന്നത് കണ്ടാലും അതിന് പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷെ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ഞാൻ വിവാഹം പോലും കഴിക്കാതെ ആരാധനകൾ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എല്ലാ പകലും കൊല്ലം മുഴുവൻ നോമ്പെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ വെറുക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല. എന്താണ് ഈ പാഠം? ഒരു ചെറിയ നന്മ പോലും ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ പ്രോത്സാഹിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര വലിയ തീരുമാനമെടുത്തവരെ തിരുത്തിയെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കലല്ല, വെറുക്കലാണ്, പരലോകത്ത് കുറ്റം കിട്ടലാണ് എന്നതുകൊണ്ടാണ്. ഇന്നലെ മാസം കണ്ടത് മുതൽ ആളുകൾ ബിദ്അത്തിന് കച്ചകെട്ടി ഒരുങ്ങി ഇറങ്ങാൻ, നബിദിനാഘോഷവും തോന്നിയാസങ്ങളും ചെയ്യാൻ. അതിൽ നമ്മൾ ഇല്ലാതിരിക്കാനും, ഒരു മിഠായി പൊതി കൊണ്ടെങ്കിലും, നോട്ടീസിന്റെ താഴെ കൊടുക്കുന്ന കടയുടെ ഒരു പരസ്യം കൊണ്ടെങ്കിലും നരകത്തിലേക്ക് എത്തുന്ന, സ്വർഗം നമുക്ക് നിഷിദ്ധമാകുന്ന, ഹൗദുൽ കൗസറിലെ വെള്ളം നിഷിദ്ധമാകുന്ന ഈ ബിദ്അത്തിന് ഞാൻ പിന്തുണ കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നന്മകളിൽ സജീവമായി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മൾ ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. കുട്ടികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകൾ അള്ളാഹു അവരുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുമാറാകട്ടെ. രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളൊക്കെ മരണപ്പെട്ടു. അള്ളാഹുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.